ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഉത്സവകാലം വരവായി. അത് പരമഗുരു നിർദ്ദേശിച്ച ശിവഗിരി തീർത്ഥാടനമാണ്. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിലായിട്ട് ആണ് പ്രധാനമായും തീർത്ഥാടനം നടക്കുന്നത്. ഈ ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് ധാരാളം അറിവുള്ളവരും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ലഭിക്കാത്തവരും ഉണ്ട്. പൊതുവെ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് അറിവിൻ്റെ തീർത്ഥാടനം എന്നാണ് അറിയപ്പെടുന്നത്. തീർത്ഥ സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രവും അതുപോലെ തന്നെ നദിയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നദി നമ്മൾക്ക് അവിടെ കാണാൻ പറ്റില്ല. ഒരു തുരപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയുടെ നല്ല ജലം അവിടെ നമുക്ക് ലഭ്യവുമാണ്. 1928 ശിവഗിരിയിൽ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ഒരു തീർത്ഥാടനം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഗുരു കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് കിട്ടൻ റൈറ്ററും അതുപോലെ മറ്റ് ഗുരുവിൻ്റെ ഗൃഹസ്ഥ ഭക്തന്മാരും ചേർന്ന് ഗുരുവിൻ്റെ സവിധത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്. അതായത് മറ്റ് ആളുകൾക്കെല്ലാം അവരവരുടേതായിട്ടുള്ള തീർത്ഥസ്ഥലങ്ങളുണ്ട്. എന്നാൽ നമ്മൾക്ക് അങ്ങനൊരു സ്ഥലമില്ല. അതിനൊരു പരിഹാരമായിട്ട് ശിവഗിരി ഒരു തീർത്ഥ സ്ഥലമായിട്ട് ഗുരു പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഗുരുവിനെ സമീപിക്കുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുകയും നാം അത് അനുവദിക്കുകയും ചെയ്താൽ അങ്ങനെ ഒരു തീർത്ഥാടനമാകുമോ എന്നുള്ള ഒരു സന്ദർഭമൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ കിട്ടൻ റൈറ്റർ പറയുന്നുണ്ട്, ഗുരുവിൻ്റെ കൽപ്പന ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ആളുകൾ വരും. അങ്ങനെ ഗുരു ആ സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, കുറേ ആളുകൾ ഇങ്ങനെ വന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഒരു തീർത്ഥാടനത്തിന് പോകുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കണം. സത്യത്തിൽ അതിനെക്കുറിച്ചൊന്നും ഇവരാരും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഗുരു ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം അവർക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടാകണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ വന്ന് കൂടി തൊഴുതു പോയത് കൊണ്ട് മാത്രം അത് ലക്ഷ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുരു സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം വരേണ്ടത്. അവരുടെ വസ്ത്രധാരണ രീതി ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞ വസ്ത്രം തീർത്ഥാടകരായിട്ടുള്ള ആളുകൾക്ക് നല്ലതാണ്. കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും ഒക്കെ വസ്ത്രം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് മഞ്ഞ വസ്ത്രം ഉപയോഗിക്കാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യങ്ങളായിട്ട് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതിക പരിശീലനം, ഇങ്ങനെയുള്ള
വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ വിദഗ്ധരായിട്ടുള്ള പാണ്ഡിത്യമുള്ള ആളുകളെ വിളിച്ച് അവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തണം. ആ പ്രഭാഷണങ്ങൾ ഈ വരുന്ന ആളുകളെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം. കേട്ട് അവർ സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് അറിവുണ്ടാകും. ആ അറിവിനെ സ്വജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഐശ്വര്യവും അഭിവൃദ്ധിയും കൂട്ടായ്മയൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു സത്യസാക്ഷാത്കാരം നേടിയ മഹർഷി തുടങ്ങിവെച്ച ഒരു തീർത്ഥാടന അനുമതി, അതിൻ്റെ തുടർച്ചയാണ് ഈ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഓരോ വിഷയങ്ങളിലുള്ള താല്പര്യങ്ങൾ, അത് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് സാവധാനത്തിൽ അതിനെക്കുറിച്ച് നോക്കാം. ഏവർക്കും നമസ്കാരം.